കശ്മീർ എന്നും ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. അതിന് ഏതറ്റം വരെ പോകാനും ഏത് രാജ്യത്തെയും പ്രതിരോധത്തിൽ കീഴ്പ്പെടുത്താനും ഇന്ത്യ തയ്യാറാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഏറ്റവും അധികം ശക്തിപ്പെട്ടത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണ്. വിദേശ രാജ്യങ്ങളുമായി ഏറെ അടുപ്പം പുലർത്താനും ഇന്ത്യക്ക് സാധിച്ചു. പലതരത്തിലുള്ള നയതന്ത്രങ്ങളും വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ഇന്നുണ്ട്. അമേരിക്ക, റഷ്യ, സൗദി അറേബ്യ പോലെയുള്ള ശക്തമായ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ഇന്ന് വലിയ അടുപ്പമാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടായാലും അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ ഇന്ന് സുസജ്ജം തന്നെയാണ്. പാക് അധീന കശ്മീർ എല്ലാ കാലത്തും ഇന്ത്യയുടെ ഭാഗമായിരുന്നുവെന്നും അതിനെ ഇന്ത്യയോട് ലയിപ്പിക്കണമെന്നും അമിത്ഷാ പറഞ്ഞിരിക്കുന്നു. സെറാംപൂരിൽ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണ്ട് കല്ലെറിഞ്ഞത് കാശ്മീരിലായിരുന്നു, ഇപ്പോൾ കല്ലേറ് നടക്കുന്നത് പാക് അധീന കശ്മീരിലാണ്. അതുപോലെ ആസാദി എന്ന മുദ്രാവാക്യം ഉയർന്നത് കശ്മീരിലായിരുന്നു എങ്കിൽ ഇന്ന് ആസാദിക്കുള്ള മുറവിളി ഉയരുന്നത് പാക് അധീന കശ്മീരിലാണെന്നും അമിത്ഷാ പറഞ്ഞു. ഒരിക്കൽ കലാപഭൂമിയായ കശ്മീരിൽ അതിന് പ്രത്യേക പദവി നൽകുന്ന 370 വകുപ്പ് എടുത്തുമാറ്റിയപ്പോൾ കശ്മീരിൽ സമാധാനം തിരിച്ചുവന്നു. അതോടെ പാക് അധീന കശ്മീരിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ആരംഭിച്ചു. എന്നായാലും പാക് അധീന കശ്മീർ ഇന്ത്യയിൽ ചേർക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. 2024 400 സീറ്റുകൾ നേടിയാൽ വാരണാസിയിലെ ഗ്യാൻവാബിയിലും മധുരയിലെ കൃഷ്ണ ജന്മഭൂമിയിലും ക്ഷേത്രങ്ങൾ ഉയർത്തുമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു. 2019 BJP 300 സീറ്റുകൾ നേടിയപ്പോൾ കശ്മീരിൽ 370 വകുപ്പ് എടുത്തു കളയുകയും അയോധ്യയിൽ ക്ഷേത്രം പണിയുകയും ചെയ്തു. 2024 400 സീറ്റുകൾ നേടിയാൽ വാരണാസിയിലെ ഗ്യാൻവാബിയിലും മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയിലും ക്ഷേത്രങ്ങൾ ഉയർത്തുമെന്നാണ് അസം മുഖ്യമന്ത്രി പറയുന്നത്. ഡൽഹിയിലെ ലക്ഷ്മി നഗറിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭയിൽ 300 സീറ്റുകൾ നേടിയതിന് പിന്നാലെയാണ് BJP അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രം പണിതതെന്നും ഇപ്പോൾ കൃഷ്ണ ജന്മഭൂമിയും ബാബ വിശ്വനാഥ് മന്ദിറും പണിയാൻ BJP 400 സീറ്റുകളിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് എന്തിനാണ് 400 സീറ്റ് എന്ന് കോൺഗ്രസ് ചോദിക്കുമ്പോൾ 300 സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ രാമക്ഷേത്രം പണിതു, ഇപ്പോൾ 400 സീറ്റ് കിട്ടുമ്പോൾ കൃഷ്ണ ജന്മഭൂമിയും ഗ്യാൻവാബി മസ്ജിദിന് പകരം ബാബ വിശ്വനാഥ് മന്ദിറും പണിയുമെന്നുമാണ് തങ്ങൾക്ക് മറുപടി പറയാനുള്ളതെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ പാക് അധിനിവേശ കശ്മീർ വിഷയത്തിൽ പാർലമെന്റിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന മറ്റൊരു റാലിയെ അഭിസംബോധന ചെയ്യവേ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് ആവശ്യമാണെന്ന് ഹിമന്ത ശർമ്മ പറഞ്ഞിരുന്നു. രാജ്യത്ത് എല്ലാവരും തുല്യരായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ഹിന്ദുവിന് ഒരു ഭാര്യയെ മാത്രമേ അനുവദിക്കൂവെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളിൽപ്പെട്ടവർക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുന്നത്? അതിനാൽ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ തിരിച്ചുപിടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെയായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രതികരണം. POK ഇന്ത്യയുടെ ഭാഗമാണെന്ന് പാർലമെന്റിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ടെന്നും എസ് ജയശങ്കർ കൂട്ടിച്ചേർത്തു. പാക് അധിനിവേശ കശ്മീർ 4 ദിവസമായി പ്രക്ഷുബ്ധമാണ്. ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുകയറിയതും വൈദ്യുത ചാർജ് വർദ്ധിച്ചതും ഉയർന്ന നികുതിയും ഉന്നയിച്ചാണ് ആവാമി ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധം തുടങ്ങിയത്. പാകിസ്ഥാൻ ഭരണകൂടത്തോടും സൈന്യത്തോടുമുള്ള രൂക്ഷ പ്രകടനമായി സമരം മാറി. പാകിസ്ഥാന്റെ അധിനിവേശം അവസാനിപ്പിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇതോടെ പ്രതികരിച്ചു.